കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. കടക്കണ്ണിൻ മൂന കൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാങ്ങളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാങ്ങളെ, എന്നെ കൊടുക്കിയ പൂമോളെ. പെരിന്തൽമണ്ണയിൽ നിന്നും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ ഒരു മിടിക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. പെരിന്തൽമണ്ണ ബോയ്സ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അമാനിക്കൊപ്പമാണ്. അമാനി പട്ടുറുമാലിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല മഹാനായ മൊയിൻകുട്ടി വൈദ്യരുടെ, മാപ്പിളപ്പാട്ട് ലോകത്തെ കുലപതി മൊയിൻകുട്ടി വൈദ്യരുടെ ഒരു ഗാനം, ആരാണത് സംഗീതം നൽകിയത്? മുസ്തഫ പടപ്പറമ്പ് സംഗീതം നൽകിയ ഒരു മനോഹരമായ ഗാനം, ചിട്ടപ്പെടുത്തിയ മനോഹരമായ ഗാനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാടി എ ഗ്രേഡ് നേടിയാണ് ഈ പെരിന്തൽമണ്ണയിൽ മടങ്ങിയെത്തിയിട്ടുള്ളത്. ആ പാട്ട് ആദ്യം തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടും. ഊര കേട്ടതാൽ തോളറിയിട തന്നിന്ന് വേഗം ഉളറി മൂണ്ടാലൻ സ്വാരികൾ റജുൽകൾ, അവർകൾ ഉചിതമെത്തവർ വനമകത്തുള്ള പുലികൾ കൊത്തവരാ, ഉചിതമെത്തവർ വനമകത്തുള്ള പുലികൾ കൊത്തവരാ. വളരെ മനോഹരമായ വരികളാണ്. അത് വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഗീത ലോകത്ത്, അതായത് മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്ത് മോൾക്ക് കടന്നു വരാൻ ആരാണ് പ്രചോദനം നൽകിയത്? ആരാണ് മോൾക്ക് ശിക്ഷണം നൽകുന്നത്? എനിക്ക് മാപ്പിളപ്പാട്ട് ഞാൻ പഠിക്കുന്നത് ഇർഷാദ് ശ്രാമിക്കല്ല സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ഞാൻ കലോത്സവത്തിന് പാടിയ സോങ്ങും അതുപോലെ കുറച്ച് നാളായിട്ട് മാപ്പിളപ്പാട്ട് പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്താണ്. അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ചത് ഈ അപ്പീലിലൂടെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അമാനി മത്സരിക്കുന്നത്. ജില്ലയിൽ നിന്നും 1ാം സ്ഥാനം കിട്ടിയ കുട്ടിയെ മറികടന്ന് ഈ എ ഗ്രേഡ് നേടുക എന്നത് തന്നെ വലിയൊരു അഭിമാനമാണ്. അതെങ്ങനെ കാണുന്നു? അത് പ്രതീക്ഷയുണ്ടായിരുന്നു, പിന്നെ സന്തോഷം. അവിടെ സംസ്ഥാനത്ത് എ ഗ്രേഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. അധ്യാപകർ, സഹപാഠികൾ, അതുപോലെ രക്ഷിതാക്കളൊക്കെ ഈ നേട്ടത്തെ എങ്ങനെയാണ് കാണുന്നത്? അവരെന്ത് പറയുന്നു? രക്ഷിതാക്കളും അതുപോലെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞാൻ സംസ്ഥാനത്ത് പോയ ടൈമിലും എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ്. അതുപോലെ ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ്, പാരൻസും. വേറെ വേദികളിലൊക്കെ മോള് പാടാറുണ്ട്. ഇപ്പോൾ ഈ വളരെ ഒരു മൊയിൻകുട്ടി വൈദ്യരുടെ ഒരു നല്ല വരികളായതുകൊണ്ടും അത് ജഡ്ജസ് പ്രത്യേകം അത് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ചിട്ടപ്പെടുത്തിയ രീതി, അതൊക്കെ ഈ അംഗീകാരം, അവാർഡ്, ഈ എ ഗ്രേഡ് കിട്ടാൻ തുണച്ചിട്ടുണ്ട്. വേദികളിലൊക്കെ പാടാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു പാട്ട്, ഒരു 2 വരി പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ, ഞാൻ പ്രോഗ്രാമിൽ പോവാറുണ്ട്. പിന്നെ ഞാൻ പട്ടുറുമാലിൽ സീസൺ 12 ഫൈനലിസ്റ്റ് ആയിരുന്നു. ഞാനൊരു സോങ് പാടും. കടക്കണ്ണിൻ മൂന കൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാങ്ങളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാങ്ങളെ, എന്നെ കൊടുക്കിയ പൂമോളെ. കടക്കണ്ണിൻ മൂന കൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാങ്ങളെ, എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച പെണ്ണാങ്ങളെ, എന്നെ കുടുക്കിയ പൂമോളെ. ഏതായാലും പെരിന്തൽമണ്ണയ്ക്ക് അഭിമാനമായി വളരുകയാണ് അമാനി. അമാനിയുടെ കഴിവ് എല്ലാവരും തിരിച്ചറിയുന്നു. സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്ത് വേദികൾ ലഭിച്ച് മിടുക്കിയായി വലിയൊരു ഗായികയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പെരിന്തൽമണ്ണ കക്കൂത്ത് ആണ് അമാനിയുടെ വീട്. അമാനി പെരിന്തൽമണ്ണയ്ക്ക് മാത്രമല്ല ഈ മലപ്പുറം ജില്ലയ്ക്കും കേരളത്തിലും അഭിമാനിക്കാവുന്ന ഒരു വലിയ ഗായികയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.